NABHന്റെ 6th എഡിഷൻ വളരെ മനോഹരമായി ഓർഗനൈസ് ചെയ്യപ്പെട്ട ചാപ്റ്ററുകളിൽ ആണ് നമുക്ക് എക്സ്പ്ലനേഷൻസ് തരുന്നത്. ഒന്നാമത്തെ അധ്യായത്തിൻ്റെ 6ാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ 10 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ 9ഉം കമ്മിറ്റ്മെൻ്റ് ആയിരിക്കെ 9ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് അച്ചീവ്മെൻ്റ് ആണ്. സർട്ടിഫിക്കേഷൻ സമയത്തോ അക്രഡിറ്റേഷൻ സമയത്തോ വേണമെങ്കിൽ ഉപേക്ഷിച്ച് വെക്കാവുന്ന, എന്നാൽ നമ്മുടെ ഹോസ്പിറ്റൽ ഈ അക്രഡിറ്റേഷന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നമ്മുടെ ഹോസ്പിറ്റലിനെ വളരെ മനോഹരമായ ഒരു വിശ്വസനീയ സ്ഥാപനമാക്കി മാറ്റുന്നതിന് ഉപകരിക്കുന്നതാണ് there is a mechanism to address the recall or amendment of reports whenever it's applicable. നമ്മളുടെ സ്ഥാപനത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന റിപ്പോർട്ടുകളെ പ്രീ അനലിറ്റിക്കൽ കണ്ടീഷനിലോ അനലിറ്റിക്കൽ കണ്ടീഷനിലോ പോസ്റ്റ് അനലിറ്റിക്കൽ കണ്ടീഷനിലോ ഏതെങ്കിലും ഏരിയയിൽ ഒരു ഫാക്ടർ പ്രോബ്ലം വന്നു, ഒരു റിസൾട്ടിനകത്തൊരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ആ റിപ്പോർട്ട് റീകോൾ ചെയ്യാൻ പറ്റണം. എവിടുന്നൊക്കെയാണ് അത് റീകോൾ ചെയ്യേണ്ടത്? ക്ലിനിക്കൽ ഏരിയാസിൽ നിന്ന്, മെഡിക്കൽ റെക്കോർഡ്സിൽ നിന്ന്, ലാബ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന്, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നിന്ന് എല്ലാം പിൻവലിക്കാൻ കഴിയണം. ഇതിൻ്റെ പ്രിൻ്റ് ഔട്ടോ മറ്റെന്തെങ്കിലും സംവിധാനം പേഷ്യൻ്റ് ആൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ റിപ്പോർട്ടിനകത്ത് അമെൻമെൻ്റ് ആഡ് ചെയ്യണം. മുൻപത്തെ റിപ്പോർട്ട് ഇനി മേലിൽ കൺസിഡർ ചെയ്യേണ്ടതില്ല, ഈ റിപ്പോർട്ടാണ് ഫൈനൽ എന്നൊരു അമെൻമെൻറ്റോട് കൂടി വേണം രണ്ടാമത്തെ റിപ്പോർട്ട് കൊടുക്കാൻ. ഇത്തരത്തിലൊരു റിപ്പോർട്ട് റീകോൾ ചെയ്യപ്പെട്ടു എന്നും പുതിയ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അത് ഒരു പ്രീ അനലിറ്റിക്കൽ ഏരിയയിലാണോ പോസ്റ്റ് അനലിറ്റിക്കൽ ഏരിയയിലാണോ അതോ അനലിറ്റിക്കൽ സൈഡിലാണോ എറർ വന്നത്, റീകോൾ ചെയ്യേണ്ടി വന്ന റീസൺ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിരിക്കണം. അത് ഫ്യൂച്ചറിൽ കറക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് ആക്ഷൻസ് എടുക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ആക്സസ് അസസ്മെൻറ്റ് കണ്ടിന്യൂറ്റി ഓഫ് കെയറിലെ ഏറ്റവും മനോഹരമായ ചാപ്റ്ററാണ്. അതിനകത്ത് 6ാമത്തെ സ്റ്റാൻഡേർഡിലെ വളരെ നല്ല, എന്നാൽ നമുക്ക് സർട്ടിഫിക്കേഷനോ അക്രഡിറ്റേഷനോ വേണമെങ്കിൽ മാറ്റി വയ്ക്കാവുന്നത്, എന്നാൽ ഹോസ്പിറ്റലിനെ വളരെ അന്തസ്സുയർത്തുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റുന്നതിന് ഉപകരിക്കും. ഒബ്ജക്റ്റീവ് എലമെൻ്റ് അച്ചീവ്മെൻ്റ് ആണ്.